ഒരു വർഗീയ കലാപവുമില്ല. നമ്മുടെ നാട്ടില് വർഗീയ കലാപം ഇല്ലാതിരുന്നിട്ടുണ്ടോ? തീരെ വർഗീയ കലാപം നടക്കാത്തൊരു നാടാണോ നമ്മുടെ നാട്? ഏതെല്ലാം സംഘർഷങ്ങൾ, എന്തെല്ലാം കലാപങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള കലാപങ്ങൾ. ആ കലാപങ്ങളിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. അനേകം പേർക്ക് മാരകമായ പരിക്കേറ്റു. പലരുടെയും സ്വത്തുവകകൾ നശിപ്പിക്കപ്പെട്ടു. വീടുകളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആക്രമിക്കപ്പെട്ടു. ഇതെല്ലാമായിരുന്നു കേരളം. ഈ കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരളം വർഗീയ സംഘർഷമില്ലാത്ത, ഒരു വർഗീയ കലാപവുമില്ലാത്ത നാടായി മാറിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത അതിലുണ്ട്. അതോടൊപ്പം വർഗീയ സംഘർഷങ്ങളുണ്ടായാൽ, വർഗീയ കലാപങ്ങൾ ആരംഭിക്കാൻ ശ്രമിച്ചാൽ കർക്കശമായ നടപടിയിലൂടെയാണ് നേരിടുന്നത്. മാത്രമല്ല, ഒരു വർഗീയ സംഘടനയുമായി ആര് നിൽക്കില്ല. എല്ലാ വർഗീയതയെയും ശക്തമായി എതിർക്കുന്ന സമീപനമാണ്. വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നത്. ഇന്ന് ആരും കൊതിക്കുന്ന ശാന്തതയോടെ, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരിടം എന്ന നിലയിൽ കേരളം മാറിയിരിക്കുന്നു. അതാണ് പ്രത്യേകത. എല്ലാവരും അത് അംഗീകരിക്കുകയാണ്. ഇതിനെ വർഗീയ ശക്തികൾക്ക് ഇഷ്ടപ്പെടില്ല. ഇത് അട്ടിമറിക്കണം. പക്ഷേ അവരാകാവുന്നതെല്ലാം ചെയ്തിട്ടും സാധിക്കുന്നില്ല. സ്വാഭാവികമായും പകയുണ്ടാവും. ആ പകയാണ് വലിയ തോതിൽ പ്രകടിപ്പിക്കപ്പെടുന്നത്. അതിന്റെ ഭാഗമായാണ് കേരളത്തെ അവഗണിക്കുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം സാമ്പത്തിക രംഗത്ത് അനുവദിക്കുന്നില്ല. എല്ലാ രംഗത്തും ശ്വാസം മുട്ടിക്കാനാണ് നോക്കുന്നത്. ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്ന കേരളം, എന്നാൽ അതേസമയം ഒരുപാട് പ്രകൃതിദുരന്തങ്ങളും കോവിഡ് പോലുള്ള മഹാമാരിയും നേരിടേണ്ടി വന്നൊരു നാട്. പലരും ആ ഘട്ടത്തിൽ തകർന്നു പോകും എന്ന് ആശങ്കപ്പെട്ടൊരു നാട്. നമുക്ക് അതിനെയെല്ലാം അതിജീവിക്കാനായി. എങ്ങനെയാണ് അതിജീവിക്കാനായത്? നമ്മുടെ നാടിന്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം, അതാണ് ഏറ്റവും വലിയ കരുത്തായി മാറിയത്. അതിന്റെ ഭാഗമായാണ് ലോകവും രാജ്യവും അത്ഭുതാകരങ്ങളോടെ നോക്കിക്കാണുന്ന ഒരു നാടായി അതിജീവനത്തിലൂടെ കേരളം മുന്നേറി വന്നത്. അസാധ്യം എന്ന് കരുതിയ പലതും നമുക്കിവിടെ സാധ്യതപ്രായമാക്കാൻ കഴിഞ്ഞു. ആ കാര്യങ്ങളൊന്നും ആരും അറിയാൻ പാടില്ല. ആ കാര്യങ്ങളൊന്നും ആൾ ആലോചിക്കാൻ പാടില്ല.
ആ കാര്യങ്ങളെല്ലാം ആളുകളുടെ ശ്രദ്ധയിൽ നിന്ന് പോകണം. അതിനെ കോൺഗ്രസിന് നേതൃത്വമുള്ള UDF-ഉം BJP-യും ഒരേപോലെ താല്പര്യപ്പെട്ടുകൊണ്ട് കണ്ടെത്തിയൊരു മാർഗം അടുത്ത കാലത്ത് ഫലപ്രദമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ ആ പ്രശ്നം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷം തയ്യാറല്ല. പത്തനംതിട്ടയിലെ LDF മേഖലാ ജാഥയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം ശക്തമായ പ്രതികരണങ്ങൾ നടത്തുകയാണ്.